LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു തിരിച്ചടി നേരിട്ടു. അപ്പൊ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തിയതിനു ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങണം കണ്ടെത്തിയ വലിയ പ്ലാൻ ആയിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങുക, ഒപ്പം ഗൃഹസന്ദർശനം നടത്തുക, ഗൃഹസമ്പർക്കം ഗൃഹസമ്പർക്ക പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ണന്തലയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വീട് കയറി സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഗൃഹസമ്പർക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഗൃഹസമ്പർക്കം തുടരുന്നത് എന്നത് അറിയണം. അപ്പം ബേബി എന്തോ പറഞ്ഞു, അതേ പറയുന്ന ഇതാണ് കേട്ടോ. പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിസ്മയം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ വിസ്മയം പരാമർശം കാണിക്കുന്നത് UDF-ന്റെ വളരെ ദയനീയമായ അവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥ വിസ്മയം UDF-ന്റെ പരാജയമായിരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നോട്ട് പ്രതീക്ഷയോടെ പോകാൻ പറ്റണമെങ്കിൽ ഇനിയും കുറേ പാർട്ടികൾ കൂടി UDF-ലേക്ക് വന്നേ പറ്റുള്ളൂ. UDF-ന് തനതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്ന കാര്യം UDF തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം. വി.ഡി. സതീശൻ്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ LDF-ൽ നിന്നും NDA-യിൽ നിന്നും BJP മുന്നണിയിൽ നിന്നും LDF മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. അപ്പം UDF-ന്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. UDF എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവികാസങ്ങൾ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു. സഫാൻ VP ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കനത്ത തിരിച്ചടി നേരിട്ട LDF-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതിന്റെ ജനകീയ അടിത്തറ ഒന്നുകൂടെ വിപുലപ്പെടുത്തേണ്ടതുണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അതിന് മുന്നോടിയായുള്ള ഗൃഹസന്ദർശന പരിപാടികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ LDF-ന്റെ ഗൃഹസന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സഫാൻ? ജിൽസി, ഇന്നു മുതലാണ് CPIM-ന്റെ ഗൃഹസന്ദർശന പരിപാടി തുടക്കമായിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി MA ബേബിയാണ് തിരുവനന്തപുരം മണ്ണന്തല നാലാഞ്ചിറ മേഖലയിൽ രാവിലെ 7 മണി മുതൽ ഗൃഹസന്ദർശനം നടത്തുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ നുണപ്രചാരണങ്ങൾ അയച്ചുവിട്ടു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗൃഹസന്ദർശന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് പ്രതീക്ഷിക്കാത്ത, LDF-ന് പ്രതീക്ഷിക്കാത്ത അടുത്തുള്ള തിരിച്ചടി നേരിട്ടു എന്ന് MA ബേബി സമ്മതിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ ഒരു ആളുകളോട് സംവദിക്കാൻ CPM നേതാക്കൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ മണ്ണന്തലയിലാണ് MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുന്ന സന്ദർശനമാണ് മണ്ണന്തലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളോട് CPM 10 വർഷമായി ഈ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഗൃഹസന്ദർശന പരിപാടി നടക്കുന്നത്. ഈ MA ബേബി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഈ 10 വർഷമായി നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഈ സഖാക്കളെ കള്ളന്മാരെ എന്നൊക്കെ വിധത്തിലുള്ളൊരു വ്യാപകമായ പ്രചരണം ശബരിമല സ്വർണ്ണക്കള്ള കേസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതിനെ കൂടി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM-ന്റെ ഗൃഹസന്ദർശന പരിപാടി നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ പരിപാടി നടക്കുന്നുണ്ട്. കൃത്യമായി താഴെത്തട്ടിൽ എന്തൊക്കെ വിഷയങ്ങൾ ആളുകളോട് സംവദിക്കണം, ഗൃഹസന്ദർശന പരിപാടികളുമായി വളരെ സജീവമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളൊന്ന് കുപ്പായം മാറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ തീരാവുന്ന ആഘോഷം എന്ന് LDF-കാർ പറയുന്നുണ്ട്. അപ്പോൾ ഗൃഹസമ്പർക്ക പരിപാടിക്കൊക്കെ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് നമുക്ക്